ആദ്യം 2001 കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ നിന്ന് മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. 1987 മുസ്ലിം ലീഗിൽ വന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ തൊഴിലാളി പ്രസ്ഥാനമായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പിന്നെ നാഷണൽ എക്സിക്യൂട്ടീവിൽ സെക്രട്ടേറിയറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമയത്ത് 2001 കൊണ്ടോട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു പ്രകടന പത്രികയൊക്കെ അന്ന് തയ്യാറാക്കിയിരുന്നു. ആ പ്രകടന പത്രികയിൽ UDFൻ്റെ പ്രകടന പത്രികയ്ക്ക് പുറമെ എൻ്റെ പ്രകടന പത്രികയിൽ ഞാൻ പ്രത്യേകം വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു, നിയമസഭാ സാമാജികന്മാർക്ക് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിക്കുന്നു. എൻ്റെ ഒരു പ്രോമിസായിരുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം അന്ന് വരെ MP മാർക്കല്ലാതെ നിയമസഭാ സാമാജികന്മാർക്ക് ഒരു ഫണ്ടില്ല. MLA ഫണ്ട് പറഞ്ഞൊരു ഫണ്ടില്ല. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് എന്താ പ്രശ്നം, ഒരു MLA ആയിട്ട് നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ കത്തുന്നില്ല, അതിന് ബൾബ് വേണം, അത് വേണം, ഇത് വേണം, ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ റോഡ് നല്ലതല്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞാൽ MLAയുടെ കൺട്രോളിലല്ലോ ഒന്നും, ഒക്കെ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിമാരുടെ തലത്തിലുമാണ്. അപ്പോൾ MLA മാർക്ക് തന്നെ അതിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് കുറച്ച് ഫണ്ട് അനുവദിക്കാൻ സാധിച്ചാൽ അത് വളരെ പ്രയോജനകരമാകുന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് അത് ഞാൻ ജയിച്ചാൽ കൊണ്ടുവരും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. അത് പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിരുന്നു, എൻ്റെ ഒരു പ്രകടന പത്രിക മാറി. അത് ഞാൻ ചെയ്തു. 2001 നിയമസഭയിൽ ചെന്ന് ഞാൻ പുറത്ത് ആയിരക്കണക്കിന് മീറ്റിങ്ങുകളിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായി നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ കന്നി പ്രസംഗം എന്നാണ് ഞാൻ എല്ലാവരും കൂടെ പറയാറുള്ളത്. ആ പ്രസംഗത്തിൽ തന്നെ ഞാൻ ആവശ്യപ്പെട്ടു, നിയമസഭാ സാമാജികർക്കൊരു ഫണ്ട് വേണം, MP മാർക്ക് കിട്ടുന്നത് പോലെ ഗവൺമെൻറ് ഒരു ഫണ്ട് നീക്കി വെക്കണം, എല്ലാ MLA മാർക്കും അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു ഗൈഡൻസ് കൊടുത്താൽ മതി, ആ ഗൈഡൻസ് അനുസരിച്ച് നടപ്പിലാക്കാൻ ഒരു ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് ശങ്കരനാരായണനായിരുന്നു ധനകാര്യമന്ത്രി. അദ്ദേഹം ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് മാറി എൻ്റെ സീറ്റിൽ വന്നിരുന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഖാദറിൻ്റെ ആ നിർദ്ദേശം വളരെ ശരിയാണ്, അത് തീർച്ചയായിട്ടും ഞാൻ നടപ്പിലാക്കും എന്ന് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹമാണ് 2001 അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യമായിട്ട് ഈ MLA ഫണ്ട് കേരളത്തിൽ രൂപീകരിച്ചത്. ആ ഫണ്ട് ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ച വിവരം ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്ന് പത്രങ്ങളിലത് വന്നപ്പോൾ ഒരു ബോക്സിൽ അത് ഞാനാണ് ആവശ്യപ്പെട്ടതെന്ന് എഴുതിയ പത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് വലിയ കാര്യമായിട്ട് പറയില്ല, പക്ഷേ അങ്ങനെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള ധാരണകളിൽ എൻ്റെ ഒരു പ്രധാന സങ്കല്പമായിരുന്നു. അത് പിന്നീട് അന്ന് 25 ലക്ഷം രൂപ വെച്ചാണ് ഓരോ MLA മാർക്കും തീരുമാനിച്ചത്. 35 കോടി രൂപയാണ് അതിനുവേണ്ടി അന്ന് ബഡ്ജറ്റിൽ നീക്കി വെച്ചത്. അതിപ്പോൾ വളർന്ന് 5 കോടി രൂപ ഓരോ MLAക്കും MLA ഫണ്ടായിട്ട് ഓരോ വർഷം കിട്ടുന്ന സാഹചര്യം നിലവിൽ വന്നു. അതുപോലെ നിയമസഭയിൽ പിന്നെ ഞാൻ കൊണ്ടോട്ടി MLA ആയി കഴിഞ്ഞ് പിന്നെ പിന്നത്തെ 5 വർഷം മത്സരിച്ചില്ല. അത് കഴിഞ്ഞ് 2011 വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അവിടുന്ന് ജയിച്ച് MLA ആയി വള്ളിക്കുന്നിൽ 5 വർഷം. അത് കഴിഞ്ഞ് പിന്നെ 2017 വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി പാർലമെൻറ്റ് മെമ്പറായി പോയപ്പോൾ ഒഴിവ് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വേങ്ങരയിൽ നിന്ന് ജയിച്ച് 2021 വരെ, അങ്ങനെ 14 വർഷം ഞാൻ നിയമസഭാ സാമാജികനായിരുന്നിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ മത്സരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് 1982 അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2001 ജയിച്ച് 2001 പിന്നീട് നടന്ന 3 തിരഞ്ഞെടുപ്പുകളിലാണ് ജയിച്ച് MLA ആയത്. നിയമസഭയിൽ ഇതാവശ്യപ്പെട്ടതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ ഉന്നയിച്ചിരുന്നത് ഈ പ്രവാസികൾക്ക് വോട്ടവകാശം വേണമെന്നാണ്. ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു നിയമസഭയിൽ. പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്നതിന് വേണ്ടി ചില നിയമ ഭേദഗതികൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് പ്രവാസികൾക്ക് വോട്ടവകാശം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. പ്രൈവറ്റ് ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാരുടെ MLA മാരുടെ പ്രമേയം അവതരിപ്പിക്കാവുന്നത് ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ ആ പ്രമേയം അവതരിപ്പിച്ച് ആ ഫ്രൈഡേ ഡിസ്കസ് ചെയ്തു. അടുത്ത ഫ്രൈഡേയും ആ പ്രമേയം ഡിസ്കസ് ചെയ്തു. അന്ന് പിന്നെ AK ആൻ്റണി മുഖ്യമന്ത്രിയാണ്. 2002 കൊണ്ടോട്ടി MLA ആയിരിക്കുമ്പോൾ തന്നെയാണ് ഈ പ്രവാസി വോട്ടവകാശം കൊണ്ടുവന്നത്.
അത് 2002 അത് അവതരിപ്പിച്ച് ഇപ്പം നോർമലി പ്രൈവറ്റ് ബില്ലുകൾ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് വിഡ്രോ ചെയ്യലാണ് ഭരണകക്ഷിയാണെങ്കിൽ പതിവ്. പ്രതിപക്ഷത്തുനിന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വോട്ടിനിട്ട് തള്ളും. ഭരണകക്ഷിയാണെങ്കിൽ ഭരണകക്ഷി MLAയോട് ഭരണകക്ഷി തന്നെ പറയും അത് വിഡ്രോ ചെയ്യണം, ഗവൺമെൻറ് അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ പ്രമേയം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കലാണ് പതിവ്. പക്ഷേ ഇത് പിൻവലിക്കാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഞാൻ AK ആൻ്റണിയോട് സംസാരിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ എന്ന പ്രതിപക്ഷ ഉപനേതാവ് മറ്റാണ്, അദ്ദേഹത്തിനോട് സംസാരിച്ചു. എല്ലാ പ്രതിപക്ഷത്തും ഭരണകക്ഷിയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അന്ന് പിന്നെ അമേരിക്കയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും MM ഹസൻ പ്രവാസികാര്യ മിനിസ്റ്ററായിരുന്നു, അവർ അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന, പ്രവാസികാര്യ വകുപ്പില്ലെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കോഴിക്കോട്ടെ ശങ്കരൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മറുപടി ഈ പ്രമേയം ചർച്ച അവസാനിച്ചാൽ പറയാൻ വേണ്ടി തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാർ ഫയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഇതിൻ്റെ ചർച്ച നടക്കുന്നുള്ളൂ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പതിവ് പോലെ തന്നെ ഈ സ്പിരിറ്റ് ഉൾക്കൊള്ളും, ബഹുമാനപ്പെട്ട മെമ്പർ ഇത് പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ AK ആൻ്റണിയെ ചെന്ന് ഒന്നുകൂടി കണ്ടു മുഖ്യമന്ത്രി, അത് സാർ അത് പ്രവാസി വോട്ടവകാശം ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിയമ ഭേദഗതി നമ്മൾ ആവശ്യപ്പെടുന്നതിന് നമുക്കെന്താ ബുദ്ധിമുട്ട്? അവർ നിയമം കൊണ്ടുവരിക അല്ലെങ്കിൽ അവർ നടപടി സ്വീകരിക്കുകയും ചെയ്യട്ടെ, പക്ഷേ അത് നമുക്ക് വളരെ ആക്സെപ്റ്റൻസ് കിട്ടുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, സാറൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൻ്റണി എന്നെ ഇങ്ങനെ പുറത്തിങ്ങനെ തട്ടി, KNA I will look into, you go to your seat എന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് പോന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടു, അവിടെ ഇരുന്ന് കണ്ടു. ശങ്കരൻ്റെ അടുത്തേക്ക് പ്യൂണിനെ പറഞ്ഞയച്ച് ആ ഫയൽ ആൻ്റണി തിരിച്ചു വാങ്ങിച്ചിട്ട് ഈ പ്രമേയം ചർച്ച അവസാനിച്ചപ്പോൾ ആൻ്റണി തന്നെ എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ കോടിയേരിയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഈ പ്രമേയം ഏകകണ്ഠമായി ഈ സഭ പാസ്സാക്കിയിരിക്കുന്നു പറഞ്ഞത്. അങ്ങനെയാണ് പ്രവാസി വോട്ടവകാശത്തിന് വേണ്ടിയുള്ള വിഷയത്തിൽ അത് ഏത് വിധത്തിൽ വോട്ടവകാശം വേണം, പ്രോക്സി വോട്ട് വേണോ, അല്ലാതെ അവിടെ പിന്നെ വെച്ചിട്ട് പോളിംഗ് ബൂത്ത് ഉണ്ടാക്കണോ വേണ്ടേ, അതിൻ്റെ മെത്തേഡ്സ് ദർ ആർ സോ മെനി മെത്തേഡ്സ്, അതിന് പോസ്റ്റൽ ബാലറ്റ് ഇങ്ങനെ പലതും ഉണ്ടല്ലോ, ഓൺലൈൻ ഉണ്ട്. അപ്പോൾ ഏത് വഴി വേണമെന്നുള്ളത് പിന്നെ ആലോചിക്കണം. എങ്കിലും പ്രവാസികൾക്ക് വോട്ടവകാശം വേണമെന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കാൻ അന്ന് സാധിച്ചത് എനിക്ക് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. മലബാർ ദേവസ്വം ജീവനക്കാരുടെ ഒരു ബില്ല് ഭേദഗതിക്ക് വേണ്ടി സഭയിൽ വന്നത്. മലബാർ ദേവസ്വം എന്ന് പറയുന്നത് കുറച്ചൊരു കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ഒരു ദേവസ്വമാണ്. 1000-ലേറെ ക്ഷേത്രങ്ങളുണ്ട്. എങ്കിലും അവിടുത്തെ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് വേണ്ടത്ര ശമ്പളമില്ല, അതന്നെ കൊടുക്കേണ്ടത് കൊടുക്കുന്നുമില്ല. എല്ലാ ക്ഷേത്രങ്ങൾക്കും വരുമാനമില്ല. ഊരാളന്മാരും ട്രസ്റ്റികളൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്, ഇതുകൊണ്ടൊക്കെ വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. ദേവസ്വം ബോർഡിൽ നിന്നുള്ള സഹായം കിട്ടുന്നില്ല. അവർക്ക് പിന്നെ ശമ്പളം വർദ്ധിപ്പിക്കണം, കുടിശ്ശിക കൊടുക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പെൻഡിങ്ങിലുള്ളത് കൊണ്ട് ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ശക്തമായി ദേവസ്വം ബില്ലിൻ്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ദേവസ്വം ബില്ലിൽ സാധാരണ മുസ്ലിം ലീഗുകാരനായ ഒരു അംഗം എന്നുള്ള നിലക്ക് വളരെ ദേവസ്വം ബില്ലിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വിശദമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ജീവനക്കാരെക്കുറിച്ചും അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചും മലബാർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം, പിന്നെ ഗുരുവായൂർ ദേവസ്വം, ഇങ്ങനെ പല ദേവസ്വങ്ങളുണ്ട്. മലബാറിലാണ് ഏറ്റവും ക്ഷീണിതമായിട്ടുള്ളൊരവസ്ഥ. ആ ജീവനക്കാർക്ക് കുറച്ചൊക്കെ ശമ്പള വർധനവ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ചില നിയമങ്ങളൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നത് മദ്രാസിൻ്റെ പണ്ടുണ്ടാക്കിയ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടാക്കിയ നിയമങ്ങളാണ്. അതിനൊന്നൊരു കേരള നിയമമാക്കി മാറ്റിയിട്ട് പോലുമില്ല. ഇപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞ് അതിലാണ് നമ്മുടെ ഡോക്ടർമാർ ഈ രജിസ്ട്രേഷൻ വാങ്ങുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലാണ്. കേരള മെഡിക്കൽ കൗൺസിലായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള നിയമ ഭേദഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മലബാർ ദേവസ്വത്തിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ വരുമാനക്കുറവ്, അത് തന്നെ മദ്രാസിലെ ഒരു നിയമം അനുസരിച്ചാണ് ഈ ദേവസ്വം പോലും ഭരിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും വ്യത്യസ്ത മതങ്ങളുടെ ആരാധനാ രീതികളെക്കുറിച്ചും ഇന്ത്യയിലെ ഇപ്പോൾ തഞ്ചാവൂരിലെ ബൃഹദീശ്വരം, അതുപോലെ
മധുര മീനാക്ഷി, മൂടബിദ്രി, ശ്രീരംഗം, രാമേശ്വരം, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ കഥകളെക്കുറിച്ചും അവിടുത്തെ ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ആരാധനാലയം മാത്രമല്ല, അവിടെ സംഗീതം, ശാസ്ത്രം, കല, മറ്റു പലതും ഉള്ള ഒരു സ്ഥലമാണ്. എങ്ങനെ അവിടുത്തെ ജീവനക്കാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ട് ഒരു വിശദമായൊരു പ്രസംഗം തന്നെ ഈ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ദേവസ്വത്തെക്കുറിച്ചും ബ്രഹ്മസ്വത്തെക്കുറിച്ചും അതിൻ്റെ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ദേവസ്വത്തിന് ബോർഡുണ്ട്, വഖഫ് ബോർഡുണ്ട്. അങ്ങനെയുള്ള ബോർഡുകളൊക്കെയാണ് ഈ മതവിശ്വാസികളുടെ സ്ഥാപനങ്ങളൊക്കെ അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ ബന്ധപ്പെട്ട് ശ്രദ്ധയിൽ കൊണ്ടുവന്നൊരു പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് ഞാൻ അതിൽ ചില വേദമന്ത്രങ്ങളും സാധാരണ സ്കൂളിലൊക്കെ ചെല്ലുന്ന അതുമാതിരി വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥവത്തായിട്ടുള്ള നല്ല മനുഷ്യർക്ക് പ്രചോദനം ഉണ്ടാകുന്ന തരത്തിലുള്ള അത്തരം മന്ത്രങ്ങളും എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായകരമായ അങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള മന്ത്രങ്ങൾ ഇതൊക്കെ ഒന്ന് ചൊല്ലിയൊക്കെയാണ് ഞാനിതൊക്കെ അവസാനിപ്പിച്ചത്. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ, ഞാനിപ്പോൾ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചും അവരുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗിച്ചു. ഒരു മുസ്ലിം ലീഗ് മെമ്പറായ ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ ഏതെങ്കിലും വല്ല മുസ്ലിങ്ങൾക്കും അത് വലിയ പ്രയാസം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവുമോ, ഇനിയിപ്പോൾ വല്ല എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വല്ല പ്രയാസം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ കുറച്ച് മനസ്സാവുന്ന ആലോചിച്ച് പോയി. പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ധരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു 2 ദിവസം അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കൊരു കാള് വരുന്നു. ആരാണ് വിളിക്കുന്നത്? പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ അന്നത്തെ പ്രസിഡൻ്റാണ്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറയാണ്, വളരെ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ഒരു കാറിൽ അദ്ദേഹം കാസർഗോട്ടേക്ക് കൊടുക്കുക യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കാറിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികനും സഹായിയായിട്ടുള്ള ആൾ ഈ പ്രസംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പിട്ടിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അത് കേട്ടു, കണ്ടു, ആസ്വദിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറയും, ഇന്നലെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചല്ലേ, വളരെ നന്നായി, അങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞു, വളരെ നന്നായി, നല്ല ഉഷാറായി, അങ്ങനെ വേണം, നന്നായി അതെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ജീവൻ വീണു. വേറെ പ്രശ്നമില്ല, ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അതൊരു തങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വേർഡ് എനിക്ക് കിട്ടി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ചെയർമാൻമാരുടെ പാനലിൽ ഞങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ സ്പീക്കർ ഇല്ലാത്ത കുറച്ച് നേരം അവിടെ നിയമസഭ അധ്യക്ഷനായിട്ട് ചെയറിലിരിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. അപ്പോൾ നിയമസഭയിൽ ഞാനൊരു പാനൽ ചെയർമാൻമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം. ഞാൻ ഈ നിയമസഭയിൽ സംസാരിക്കാൻ പോകുമ്പോൾ കുറിപ്പ് നോക്കി സംസാരിക്കില്ല, പക്ഷേ വിഷയം ഞാൻ പഠിച്ച് കുറിപ്പുകൾ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ കുറിപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ആ കുറിപ്പുകൾ മുഴുവൻ എൻ്റെ മനസ്സിൽ ഞാൻ മിക്കവാറും ഉൾക്കൊള്ളും. 1-2 വിട്ടുപോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ കുറിപ്പ് ഇല്ലാതിരുന്നാൽ എനിക്കൊരു ധൈര്യം ഉണ്ടാവില്ല സംസാരിക്കാൻ, എപ്പോഴെങ്കിലും വേണ്ടി വന്ന് റെഫർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ കടലാസിൻ്റെ നേർപകുതിയാക്കിയിട്ട് നീളത്തിൽ ഞാൻ കോടതിയിൽ പരിശീലിച്ചതാണത്. അങ്ങനെ ആർഗ്യുമെൻറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ഫയലുണ്ടാക്കി നോട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് മേശയുടെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ടാണ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ പാനൽ ചെയർമാൻമാരുടെ ചെയറിലിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ തോന്നുന്നുണ്ട് സ്പീക്കർ. അപ്പോൾ അദ്ദേഹം പുറത്തൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാനലിലിരിക്കുകയാണ്, പാനൽ ചെയർമാനായിട്ട് കസേരയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചത് ഷാഫി പറമ്പിലിനെയാണ്. അപ്പോൾ ഓർഡർ അനുസരിച്ച് അദ്ദേഹത്തെ വിളിക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ ഞാൻ ഷാഫി പറമ്പിൽ നിന്ന് വിളിച്ചു. ഷാഫി പറമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പോലീസ് വകുപ്പിനെ പറ്റിയുള്ള പ്രസംഗമാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ നടന്ന കസ്റ്റഡി മരണങ്ങൾ, ആക്രമണങ്ങൾ, പോലീസിൻ്റെ അനാസ്ഥകൾ, ഇങ്ങനെ ഓരോ സംഭവം നടന്ന ഡേറ്റ് വാറായിട്ട് ഇന്ന ഡേറ്റിന് ഇന്നടത്ത് ഇന്നത് നടന്നു ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഈ പറയുന്നതൊക്കെ എനിക്ക് സുപരിചിതമായ ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ കുറിപ്പിരിക്കുന്നു. ഞാൻ
പാനലിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ കുറിപ്പ് നോക്കിയാണ് പ്രസംഗിക്കുന്നത്. എനിക്ക് തോന്നി എൻ്റെ കുറിപ്പ് പോലെ ഒരു നീണ്ട കടലാസം പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്നാലും ഞാൻ സ്പീക്കർ വന്നു, ഞാൻ ഇറങ്ങി താഴോട്ട് ചെന്ന് അവിടെ ഇരുന്നപ്പോൾ ഷാഫി ഭയങ്കര രസികനാണ്. ഷാഫി പറമ്പിൽ എന്നോട് പറഞ്ഞു, ഇതാ സാറിൻ്റെ കുറിപ്പ് ഇതാ, എനിക്ക് ആവശ്യമില്ലെന്നോ. അപ്പോൾ അത് ഇദ്ദേഹം എടുത്ത് ഞാൻ തയ്യാറാക്കിയ കുറിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഷാഫി പ്രസംഗിക്കുകയാണ്. അത് ഞങ്ങൾ രണ്ടാളും എൻജോയ് ചെയ്തു. എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, നീ നല്ല പണിയാണ് കാണിച്ചത്, എനിക്കിനി കുറിപ്പുണ്ടാക്കാൻ നേരമില്ലല്ലോ, എന്നെ ഇപ്പോൾ വിളിക്കുമല്ലോ. സാറിന് വേറെയും പറയാലോ, മരുന്നുണ്ടല്ലോ കയ്യിൽ, അതുകൊണ്ട് ഇത് ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ജില്ലാ സമ്മേളനം കുറ്റിപ്പുറത്ത് വെച്ച് ഞാൻ സെക്രട്ടറിയായി ഇരുന്ന സമയത്ത് KPA മജീദ് ജനറൽ സെക്രട്ടറി, ഹൈദരലി തങ്ങൾ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഒരു സമ്മേളനം ചേർന്നിരുന്നു. ആ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിനിടയിൽ എൻ്റെ അടുത്ത് ആ സമ്മേളനത്തിൻ്റെ ഒരു തീം, ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഫാസിസത്തിനെതിരെ ജനശക്തി എന്ന നാമധേയത്തിലുള്ള ഒരു പ്രമേയം എഴുതി തയ്യാറാക്കി പ്രിൻ്റ് ചെയ്ത് ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയത്തിൽ പിന്നെ അത് 1992 മെയ് മാസം 1, 2, 3 തീയതികളിലാണ്. അത് ബാബരി മസ്ജിദ് ഡിമോളിഷ് ചെയ്യുന്നതിന് മുമ്പാണ്. ഇത്ര കണ്ട് വർഗീയതയൊക്കെ ശക്തിപ്പെടുന്നതിന് മുമ്പാണ്. ആ പ്രമേയത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇങ്ങനെ മുന്നോട്ട് പോയാൽ, അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ ദേശീയ മുന്നണിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, VP സിംഗിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി താമസിയാതെ അധികാരത്തിൽ വരുന്ന അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും റെഡിലി അവൈലബിളാണ്, എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുന്നൊരു സാഹചര്യം വന്നു. പിന്നെ ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ചിലരെ വലവീശി പിടിക്കാൻ ചില കുറച്ചും കൂടി തീവ്രവാദ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള നയപരിപാടികളുള്ള സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം തീവ്രവാദത്തിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ പോകാതെ നോക്കണം എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടൊരു പ്രമേയം അതേ വർഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം കോഴിക്കോട്ട് നടന്ന യൂത്ത് ലീഗിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ തീവ്രവാദത്തിനെതിരെ യുവശക്തി എന്നൊരു പ്രമേയം ഞാൻ അവതരിപ്പിച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് 30-32 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അർജുൻ സിംഗ് കേന്ദ്ര പിന്നെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി അർജുൻ സിംഗൊക്കെ പങ്കെടുത്ത സമ്മേളനമായിരുന്നു. അപ്പോൾ അതിലൊക്കെ അന്ന് അത് പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ പിന്നീട് നടക്കുകയും പല പ്രയാസങ്ങളും ഉണ്ടാവുകയും മനുഷ്യബന്ധങ്ങൾ ശിഥിലമാകുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായൊരു സാഹചര്യമുണ്ട്. അതിൽ പിന്നെ വളരെ ജാഗ്രത പാലിക്കുന്ന ഒരു സംസ്ഥാനമാകണം കേരളം. കേരളം മാത്രം ഉണർന്നാൽ പോലെ ഇന്ത്യ ആകെ ജാഗ്രത പാലിക്കണം. ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നവരും പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും അതിനകത്ത് ഒരു ശരിയായ നിലപാട് സ്വീകരിക്കണം, ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെയുള്ള അഭിപ്രായമാണ് ഞങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ കേരളത്തിൽ പിന്നെ ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചില ഈ മനുഷ്യരുടെ ഓടുള്ള ആ ഒരു വലിയ താല്പര്യമുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ MLA ആയിരുന്ന കാലത്ത് എനിക്കറിയാം, അവിടെ ഞങ്ങൾ വള്ളിക്കുന്നിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ 8 പേര് മരിച്ചു, 7 പേര് ഒരു കോളനിയിലായിരുന്നു. അപ്പം അവർ മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടമൊക്കെ നടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇന്ന് രാത്രി 12 മണിയോടുകൂടി ഞാൻ അവിടെ എത്തും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് പിന്നെ അവിടെ 12 മണിയോടുകൂടി ആ പറഞ്ഞ സ്ഥലത്ത് ആ കോളനിയിൽ വന്നു. അപ്പോൾ കോളനിയിൽ ഞങ്ങളെല്ലാവരും കാത്തു നിൽക്കുകയാണ്. കുറച്ച് ആ കോളനിയിലെ ബന്ധുക്കളുണ്ട്, അയൽവക്കക്കാരുണ്ട്, കുറച്ചൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി വന്നിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കണം. ഉമ്മൻചാണ്ടി ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട, MLA എന്ത് പറയുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരുടെയൊക്കെ കുടുംബത്തിന്, അപ്പോൾ അവരുടെ എല്ലാ കുടുംബത്തിനും നമുക്ക് 4 ലക്ഷം രൂപ വീതം അനുവദിക്കുക ഇപ്പോൾ, പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ചോദിച്ചപ്പോൾ, ഈ വീട്ടിൽ ജോലി ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ SSLC പാസ്സായ ഒരു പെൺകുട്ടിയുണ്ട്, മരിച്ച ഒരാളുടെ ഭാര്യയാണ്. അവരുടെ ഒരു ജോലിക്കാര്യം ഉണ്ട്, അത് നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് 2-3 വീട്ടുകാർ ചേർന്ന് ഒരുമിച്ച് താമസിക്കുക, ഒരു വീട് ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് അപ്പുറത്ത് വേറെ ഉണ്ടാക്കി കൊടുക്കണം.
അതിന് സ്ഥലമില്ല. അപ്പോൾ കുറച്ച് 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് പിന്നെ അതും കേട്ടു പുള്ളി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കടലാസിൽ പുള്ളി ഇങ്ങനെ കുറിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു ഈ കോളനിയിലേക്കുള്ള ആൾക്കാർ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ നല്ല ഈ കോളനിയുടെ അകത്തൂടെയൊക്കെ പോകുന്ന തരത്തിൽ റോഡുകളൊക്കെ നല്ല ഇടുങ്ങിയ റോഡുകളാണ്. അപ്പോൾ ഈ റോഡുകളൊക്കെ ഒന്ന് നന്നാക്കി തരണമെന്നാണ്. അപ്പോൾ അതും അദ്ദേഹം കുറിച്ച് വെച്ചു. ഈ ആവശ്യങ്ങളെല്ലാം അദ്ദേഹം അംഗീകരിച്ചു. അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്തു. അത് അംഗീകരിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. പറഞ്ഞ സംഗതികൾ മുഴുവൻ അദ്ദേഹം അംഗീകരിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ 2 പേര്, ഒരു കുട്ടി ഇവിടെ സുഖമില്ലാതെ ഒരു മാനസികമായി വയ്യാത്തൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ അവർ ആ വീട്ടിൽ പോകുന്ന വഴിയിൽ ആ വീട്ടിൽ കയറി ആ കുട്ടിയെ വിളിച്ചുണർത്തി അതിൻ്റെ ചികിത്സയ്ക്ക് പൈസ ഇല്ല എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞപ്പോൾ 1 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ 2 അമ്മമാർ ഞങ്ങൾക്കും സഹായം വേണം ചികിത്സിക്കാനെന്നൊക്കെ പറഞ്ഞ് ഓരോ കടലാസൊക്കെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അവർക്ക് 50,000 രൂപ വെച്ച് കൊടുത്തു. കോഴിക്കോട് ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അനക്സ് സ്ഥാപിക്കണം എന്നൊരാവശ്യം ഞാൻ കുറച്ച് മുമ്പേ ഉന്നയിച്ചിരുന്നു. അതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല. അതായത് ഇന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ സൗകര്യങ്ങളും ഡിജിറ്റൽ വേൾഡ് വരുമ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് തന്നെ കേന്ദ്രീകരിച്ച് ഇങ്ങനത്തേതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഡീഷണൽ അനക്സ് മാതിരി കോഴിക്കോട്ടുണ്ടായാൽ അവിടെ ഓൺലൈനായിട്ട് ഫയലുകളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ തന്നെ അധികം ജോലിക്കാരില്ലാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും 1-2 മന്ത്രിയൊക്കെ വന്നിരുന്നാൽ ആളുകളുടെ ഫയല് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യിക്കാൻ തിരുവനന്തപുരത്ത് വരാതെ കുറേ പണം ലാഭിക്കാൻ സാധിക്കും. യാത്ര ചെലവ് ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അനക്സ് എന്നുള്ളൊരാവശ്യം ഞാൻ അവർക്ക് ഉന്നയിച്ചിരുന്നു. അത് കോഴിക്കോട്ടൊക്കെ അതിന് വൈഡായിട്ടുള്ള സ്വാഗതമാണ് ഉണ്ടായത്. ഈ ചേംബർ ഓഫ് കോമേഴ്സും മലബാർ ചേംബർ ഓഫ് കോമേഴ്സും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ അതിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അധികകാലം ജീവിച്ചിരിക്കാത്തവരാണ് മനുഷ്യർ. വളരെ കുറച്ച് കാലം മാത്രമേ മനുഷ്യൻ്റെ ആയുസുള്ളൂ. ഒരു 70 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 25,567 ഡേയ്സ് ഉള്ളൂ. അതിൽ 8,000 ദിവസം ഉറങ്ങുന്നവരാണ് നമ്മൾ. പിന്നെ വസ്ത്രധാരണത്തിനും മറ്റ് നിത്യ ആവശ്യങ്ങൾക്കും വേണ്ടി 2,000 ദിവസം. അപ്പോൾ വളരെ കുറച്ച് കാലം ഈ 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു 15 വർഷമൊക്കെ ഒരു ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനും സാധിക്കും.